2014 മാർച്ച് 8 പുലർച്ചെ 12:41 കോലാലംപൂരിൽ നിന്നും ചൈനയിലെ ബെയ്ജിങ്ങിലേക്ക് MH317 എന്ന വിമാനം യാത്ര തിരിക്കുന്നത്. 227 യാത്രക്കാർ, അതിൽ 5 ഇന്ത്യക്കാർ, പൈലറ്റും കോ പൈലറ്റും അടക്കം 12 ജീവനക്കാർ. അവർക്കെല്ലാം എന്ത് സംഭവിച്ചു? 18,000-ൽ കൂടുതൽ ഫ്ലൈറ്റ് അവേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള സഹാരിൻ അഹമ്മദ് ഷായാണ് ആ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം 30,000 അടി ഉയരത്തിൽ വിമാനം ചൈന സമുദ്രത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നു. പുലർച്ചെ 1:20 വിയറ്റ്നാമിലെ ഹോച്ചിമിങ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് സിഗ്നൽ അയച്ചിരുന്നു. ആ വിമാനത്തിൽ നിന്നും അവസാനമായി ലഭിച്ച സന്ദേശവും അതുതന്നെയായിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും യാതൊരു അപകട സൂചനയും നൽകിയിരുന്നില്ല. വിമാനം അപകടത്തിൽ പെടുന്നതിന് മുമ്പ് പൈലറ്റിന് എന്തെങ്കിലും അസാധാരണത്വം തോന്നിയിരുന്നുവെങ്കിൽ, സേഫ് ലാൻഡിങ്ങിന് ശ്രമിച്ചിരുന്നുവെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് സന്ദേശമെത്തണം. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ വിമാനം അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. 19ഓളം കപ്പലുകൾ, 346-ൽ കൂടുതൽ മിലിറ്ററി വിമാനങ്ങൾ, പല രാജ്യങ്ങളിൽ നിന്നുമായി തിരച്ചിൽ നടത്തിയെങ്കിലും, അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും MH317 പൊടി പോലും കണ്ടെത്താൻ സാധിച്ചില്ല. മുൻകാലങ്ങളിൽ അപകടത്തിൽപ്പെട്ട വിമാനങ്ങളുടെയും കപ്പലുകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു. എന്നാൽ MH317 ഒരടയാളം പോലും കിട്ടിയിട്ടില്ല. കോലാലംപൂരിൽ നിന്നും ചൈനയിലെ ബെയ്ജിങ്ങിലേക്ക് പുറപ്പെട്ട വിമാനം പിന്നെ എവിടെ പോയി? ഭൂമിയിൽ എവിടെയെങ്കിലും തകർന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടണം. ഒരു മനുഷ്യന്റെ മൃതശരീരമെങ്കിലും കിട്ടണം. കിട്ടാത്ത സ്ഥിതിക്ക് ആ വിമാനം ആരെങ്കിലും ഹൈജാക്ക് ചെയ്തതാണോ? അതോ പൈലറ്റ് അതിന് കൂട്ടുനിന്നതാണോ? അതോ പൈലറ്റ് തന്നെയാണോ അതിന് കാരണക്കാരനും? അജ്ഞാതമായ ഏതോ കേന്ദ്രത്തിൽ അമേരിക്കയുടെ ഏരിയ 51 പോലെയുള്ള മറ്റേതെങ്കിലും രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ചൈനയുടേത് തന്നെയോ രഹസ്യ കേന്ദ്രത്തിലേക്ക് ആ വിമാനം മാറ്റിയിട്ടുണ്ടാകുമോ? ഇത്രയും അധികം റഡാർ സംവിധാനങ്ങളെയും സാറ്റലൈറ്റ് സംവിധാനങ്ങളെയും കബളിപ്പിച്ച് ആ വിമാനം എവിടെ പോകാനാണ്? മലേഷ്യ മുതൽ അന്റാർട്ടിക്ക വരെ പൂർണ്ണ സജ്ജമായി അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെയും അല്ലാതെയും തിരച്ചിൽ നടത്തിയിട്ടും ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. കൃത്യം 5 വർഷങ്ങൾക്ക് ശേഷം 2019 നവംബർ 17 ചൈനയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നു. അതിനർത്ഥം കൊറോണ വൈറസ് മനുഷ്യരിലേക്ക് എത്ര വേഗത്തിൽ വ്യാപിക്കുന്നു, എത്ര പേരിൽ വ്യാപിക്കുന്നു എന്ന പരീക്ഷണത്തിന് ഇത്രയും ആളുകളെ ഇരയാക്കിയിട്ടുണ്ടാകണം. അത്തരമൊരു കുറ്റകൃത്യം, അത്തരമൊരു പരീക്ഷണം നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം? ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ നിയന്ത്രിക്കാനോ, അതുമല്ലെങ്കിൽ തങ്ങളുടേതായ രാജ്യത്തിന്റെ വ്യാപ്തി വളർത്താനോ, തങ്ങളുടെ സ്വാധീനം മറ്റുള്ള ലോകരാജ്യങ്ങളിലേക്ക് ഊട്ടി ഉറപ്പിക്കാനോ? അതിനായിരിക്കുമോ കൊറോണ വൈറസ് സൃഷ്ടിച്ചത്? 239 പേരുടെ തിരോധാനത്തിൽ ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടാവുമോ? അതിനുശേഷം ചൈന എന്ന രാജ്യം അവർ തയ്യാറാക്കി വച്ചിരിക്കുന്ന കോവിഡ് വാക്സിൻ പുറത്തെടുക്കുന്നു. അത് ലോകമെമ്പാടും വിതരണം ചെയ്യുവാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കോവിഡ് വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നു. അതോടെ അവരുടെ പദ്ധതികൾ പൊളിയുന്നു. ഇതല്ലേ സംഭവിച്ചിരിക്കുന്നത്? അതൊന്നുമല്ല കാരണമെന്നിരിക്കട്ടെ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നിരിക്കട്ടെ, പിന്നെ വിമാനം എവിടെ പോയി? 12:41 കൊലാലംപൂരിൽ നിന്നും പുറപ്പെട്ട വിമാനം അവസാനമായി സൈനിക റഡാറിൽ കണ്ടത് പുലർച്ചെ 2:14 മലാക്ക കടലിടുക്കിലൂടെ പടിഞ്ഞാറേക്ക് പറക്കുകയായിരുന്നു അപ്പോൾ വിമാനം. അരമണിക്കൂറിന് ശേഷം വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. വിമാനം വിയറ്റ്നാമിന്റെ വ്യോമ മേഖലയ്ക്ക് സമീപത്ത് എത്തിയിരുന്നുവെങ്കിലും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പുലർച്ചെ 6:30 ബെയ്ജിങ്ങിൽ എത്തേണ്ട വിമാനം പിന്നെ എവിടെ പോയി? പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പലരും പറഞ്ഞു. പലരും യൂട്യൂബിൽ അത് ചർച്ചയാക്കി. ഏലിയൻ തിയറി പോലും അതിനകത്ത് കൊണ്ടുവന്നു. എന്നാൽ കോവിഡുമായി ഇതിനെ ബന്ധിപ്പിച്ചിരുന്നില്ല. ഇത്രയും ആളുകളെ തട്ടിക്കൊണ്ടുപോവുക, അത്രയും ആളുകൾ പരീക്ഷണം നടത്തുക എന്നത് കോവിഡ് എന്ന കൊറോണ ഉണ്ടാക്കിയവർക്ക് ആവശ്യമായിരുന്നുവെങ്കിലോ? 2014 മാർച്ച് 8 പുലർച്ചെ വിമാനം നഷ്ടപ്പെടുന്നു. 2019 നവംബർ 17 ചൈനയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നു. എന്തോ ആരോ ഏതോ വൻ ശക്തി മറച്ചു പിടിക്കുന്നുണ്ട് പലതും.